ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഡൗട്ട് വെച്ചിട്ടുള്ള കാര്യമായിരുന്നു, നമ്മൾ ഈ ഗിയർ ഇടുമ്പോൾ കറക്റ്റായിട്ട് വീഴുന്നില്ല എന്നുള്ളത്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇടുന്ന ടൈമിൽ ചിലപ്പോൾ തേർഡായി പോവാം, അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഇടുന്ന സമയത്ത് ഫോർത്തായി പോവാം, ഇനി ചിലർ ഫോർത്ത് ഇടുന്ന സമയത്ത് അത് റിവേഴ്സ് ഗിയർ ആയി പോവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഉള്ള ഒരു കുഞ്ഞ് ഐഡിയാസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്, അതൊക്കെ പരിഹരിക്കാനായിട്ടുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് അല്ലാതെ ഒന്ന് ഗിയർ ആദ്യം ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പൂർണ്ണമായിട്ടും ക്ലച്ച് ചവിട്ടി തന്നെ എപ്പോഴും ഗിയർ ഇടുക. നമ്മൾ ചിലരൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അശ്രദ്ധ കൊണ്ടൊക്കെ ക്ലച്ച് ചവിട്ടാതെ ഗിയർ ഇടുന്നത് കണ്ടിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓടിക്കുന്ന സമയത്തൊക്കെയാണ് അങ്ങനെ ഇടുന്നതെങ്കിൽ നല്ല വലിയ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം എങ്കിൽ പിന്നെ വണ്ടിയുടെ ആയുസ് അത്രയ്ക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് ക്ലച്ച് പൂർണ്ണമായും ചവിട്ടി തന്നെ നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഗിയർ നോക്കാം. നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ ഉണ്ണിച്ചേട്ടൻ ക്ലച്ച് ഇതാ പൂർണ്ണമായിട്ട് ചവിട്ടാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മുടെ ഇതിപ്പോൾ ന്യൂട്രൽ പോയിന്റിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഉണ്ണിച്ചേട്ടൻ്റെ കൈയെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് ഓരോ ഗിയർ എങ്ങോട്ടാണ് ഇരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ആ 3-4 നടുക്കുള്ള ആ ഒരു ചെറിയൊരു പോയിന്റ്, അതാണ് കറക്റ്റ്, അതായത് ആ സെൻട്രൽ പോർഷൻ, അതാണ് നമ്മുടെ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ ഇടത്തോട്ട് തള്ളി മുന്നോട്ടാക്കി കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഗിയറാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സെക്കൻഡ് ഗിയർ വയ്ക്കുമ്പോൾ അത് ന്യൂട്രൽ പോയിന്റിൽ വന്നതിന് ശേഷമാണ് അടുത്ത് സെക്കൻഡ് വീഴുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് ന്യൂട്രൽ വീണ്ടും നമ്മൾ ഇടത്തോട്ട് തള്ളി സെക്കൻഡ്. ഓക്കെ, ഇനി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റിൽ നിന്ന് നേരെ ഇടത്തോട്ട് പ്രസ് ചെയ്ത് തന്നെ നിങ്ങൾ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ അത് സെക്കൻഡായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ അടുത്ത് നേരെ മുന്നോട്ടാണ് ആക്കിയത്, ന്യൂട്രൽ പോയിന്റിൽ നിന്ന് നേരെ മുന്നോട്ടാണ് ആക്കിയത്. അത് നമ്മുടെ തേർഡ് ഗിയറാണ്. ഓക്കെ, ഇനി അവിടെ നിന്ന് നേരെ വീണ്ടും തിരിച്ച് ന്യൂട്രൽ, അവിടെ നിന്ന് നേരെ പിറകെ വരുമ്പോൾ ഫോർത്ത് ഗിയർ. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും നമ്മൾ നേരെ ന്യൂട്രൽ പോയിന്റ്, അവിടെ നിന്ന് നേരെ റൈറ്റ് തള്ളി മുന്നോട്ടായി കഴിഞ്ഞാൽ ഫിഫ്ത്ത് ഗിയറാണ്. കഴിഞ്ഞ് വീണ്ടും ന്യൂട്രൽ വന്ന് നമ്മൾ റൈറ്റ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത് പുറകോട്ടാക്കുകയാണെങ്കിൽ അത് റിവേഴ്സ് ഗിയർ. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ നല്ല രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാക്സിമം ക്ലച്ച് ചവിട്ടി തന്നെ നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പരമാവധി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ചിലരൊക്കെ ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ്, നമ്മളിപ്പോൾ പെട്ടെന്ന് 5ാമത്തെ ഗിയറിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണെങ്കിൽ അത് നിർത്തുമ്പോൾ നമ്മൾ ഏത് ഗിയറിൽ നിർത്തണം എന്നുള്ളത്. അതായത് ഗിയർ അടുത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ 5ൽ നിന്ന് 4 പോകണോ, 4ൽ നിന്ന് അടുത്ത് 3 വന്ന് 2 വന്ന് ഫസ്റ്റ് ഗിയറിൽ പോയിട്ട് നിർത്തണോ, അതോ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ വയ്ക്കണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ന്യൂട്രൽ പോയിന്റ് വരിക, അവിടെ നിന്ന് നേരെ ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ് ആണ് സെക്കൻഡ്, നമുക്ക് ഏതാണോ ആവശ്യം ആ ഗിയർ വയ്ക്കാം. ഓക്കെ, അതിന് വേറെ ഇത് ന്യൂട്രൽ പോയിന്റിൽ കറക്റ്റായിട്ട് കൊണ്ടുവരിക. ഓക്കെ, നമുക്ക് അതൊന്ന് ഓടിച്ചുകൂടെ ഒന്ന് നോക്കാം, അതിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വാഹനം ന്യൂട്രൽ പോയിന്റിലാണ്. നമ്മളിപ്പോൾ വാഹനം ഇടത് സൈഡ് ചേർത്ത് ഒതുക്കി ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വാഹനം എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ബാക്കി കാര്യങ്ങളെല്ലാം ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം, ഗിയർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ക്ലച്ച് പൂർണ്ണമായിട്ട് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ചവിട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഗിയർ ഇപ്പോൾ ന്യൂട്രൽ പോയിന്റിലാണ്, അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തള്ളി നേരെ മുന്നോട്ട്. ഓക്കെ, ന്യൂട്രൽ പോയിന്റ് നേരെ ഇടത്തോട്ട് തള്ളി മുന്നോട്ടാണ് ഫസ്റ്റ് ഗിയർ. അതിനുശേഷം ക്ലച്ച് കുറേശ്ശെ വിട്ട് ആക്സിലേറ്റർ കൊടുത്ത് നമ്മളെ വാഹനം എടുത്തിട്ടു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വാഹനം മുന്നോട്ട് പോവുകയാണ്. കുറച്ച് വേഗത്തിലെത്തിയപ്പോൾ അടുത്ത സെക്കൻഡ് ഗിയർ വയ്ക്കാൻ പോവുകയാണ്. ന്യൂട്രൽ പോയിന്റിൽ വന്നു, നേരെ ഇടത്തോട്ട് പ്രസ് ചെയ്ത് പുറകോട്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഓട്ടിച്ച് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ഒറ്റ അടിക്ക് തന്നെ എന്ത് ചെയ്യാം, സെക്കൻഡ് വയ്ക്കാം കേട്ടോ. ഇനി അടുത്ത് 3ാമത്തെ ഗിയറാണ്. ന്യൂട്രൽ പോയിന്റ് ആയി നേരെ മുന്നോട്ട്. നമ്മൾ വാഹനത്തിന്റെ വേഗത കൂടുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഗിയർ കൂട്ടാനാണെങ്കിൽ കൂട്ടും, കുറയ്ക്കേണ്ടി വന്നാൽ കുറയ്ക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം അത്യാവശ്യം വേഗത കൂടിയിട്ടുണ്ട്. നമ്മൾ അടുത്ത ഫോർത്ത് ഗിയർ വെച്ചു. ന്യൂട്രൽ പോയിന്റ് വന്നിട്ട് നേരെ പുറകോട്ടാണ് കേട്ടോ. ഓക്കെ, ന്യൂട്രൽ പോയിന്റ് നേരെ പുറകോട്ട്, നമ്മൾ വേറെ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും നമ്മൾ ഒരു പ്രഷർ കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ നേരെ സ്ലോ ആക്കി നിർത്താൻ പോവുകയാണ്. അവിടെ ഒരു ഹമ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 4ാമത്തെ ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ച് മൊത്തം പ്രസ് ചെയ്തു, ന്യൂട്രലാക്കി, ന്യൂട്രൽ പോയിന്റ് നേരെ നമ്മൾ ഫസ്റ്റ് വയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, 4ാമത്തെ ഗിയർ ആയിരുന്നു, ന്യൂട്രൽ പോയിന്റ് കൊണ്ടുവന്നു, നേരെ നമ്മൾ ഫസ്റ്റ് വെച്ചു. ചെറിയ രീതിയിൽ വാഹനത്തിൻ്റെ ക്ലച്ച് റിലീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, വാഹനം എടുത്ത് വീണ്ടും ആക്സിലേറ്റർ കൊടുത്ത് വാഹനം എടുത്തു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ വീണ്ടും സെക്കൻഡ് വെച്ചു, ന്യൂട്രൽ പോയിന്റ് വന്നിട്ട് നേരെ സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇടത്തോട്ട് പ്രസ് ചെയ്ത് തന്നെ നിങ്ങൾ നേരെ പുറകോട്ട് ആക്കിയാൽ മതി, സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത 3ാമത്തെ ഗിയറാണ്. ന്യൂട്രൽ പോയിന്റിൽ വന്നു, നേരെ മുന്നോട്ട്. ഓക്കെ, നമ്മളിത് ഓടിച്ച് വരുമ്പോൾ പിന്നെ അത് ശീലമായിക്കോളും കേട്ടോ. നിങ്ങളിപ്പോൾ വീട്ടിലൊക്കെ വെച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ വാഹനം ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക. അതുപോലെ തന്നെ ദയവേതായാലും ആദ്യത്തെ 1-2 തവണയൊക്കെ ഗിയറിൽ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ഗിയറിൽ നോക്കി ചെയ്യരുത്. നിങ്ങൾ
നമ്മൾ ഗ്ലാസ്സിലൂടെ മുന്നോട്ട് നോക്കിക്കൊണ്ട് തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ 4ാമത്തെ ഗിയർ വയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ദാ ന്യൂട്രൽ പോയിന്റ് നേരെ പുറകോട്ട്. ഓക്കെ, 4ാമത്തെ ഗിയർ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി, വളരെ എളുപ്പമായിട്ട് പറ്റും കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരിക്കലും ഗിയറി നോക്കി പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കല്ലേ കേട്ടോ. ഗിയറി നോക്കി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായ പിഴവുകൾ സംഭവിക്കും. നമ്മളിപ്പോൾ ഇവിടെ 5ാമത്തെ ഗിയർ ഇട്ടില്ല, കാരണം അതിനുള്ള ആ ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം റോഡിൽ നമുക്ക് അത്രയ്ക്കുള്ള അധിക വേഗതയെ നമുക്ക് കൂട്ടാനുള്ള ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു വളവ് പോയിന്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു വളയ്ക്കേണ്ട ഒരു ഇത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ നമ്മൾ 2nd ഗിയറിൽ വെച്ചാണ് വാഹനം എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 4th നിന്ന് നേരെ ന്യൂട്രലാക്കി അവിടെ നിന്ന് നേരെ 2nd വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വേഗത്തിൽ പോകുന്നത്, കാരണം നമ്മൾ വാഹനം നിർത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റണ്ണിങ്ങിൽ തന്നെ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വാഹനം നിർത്തി, അതുകൊണ്ട് നമ്മൾ വീണ്ടും ന്യൂട്രൽ വന്നു, ഫസ്റ്റ് ഇട്ടു. ഓക്കെ, ന്യൂട്രൽ പോയിന്റ് വന്നിട്ട് ഫസ്റ്റ് ഇട്ടു. എന്നിട്ട് നമ്മൾ ചെറിയ രീതിയിൽ മുന്നോട്ട് നോക്കി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നിങ്ങൾ നല്ല രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ മുന്നോട്ട് നോക്കി പ്രാക്ടീസ് ചെയ്യരുത്. മുന്നോട്ട് നോക്കി പ്രാക്ടീസ് ചെയ്യുക, ഗിയറിൽ നോക്കി പ്രാക്ടീസ് ചെയ്ത് തിരിഞ്ഞു പോയി, സോറി. ഓക്കെ, ഗിയറിൽ നോക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ, ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.